നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ നിലവിലെ ജേതാക്കളായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അവർ കാനഡയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ സ്ട്രൈക്കർമാരായ ഹൂലിയൻ ആൽവരസ്, ലൗട്ടാറോ മാർട്ടിനസ് എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. അലക്സിസ് മാക്കാലിസ്റ്റർ, മെസ്സി എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയിച്ചുകൊണ്ട് തുടങ്ങാനായി എന്നത് തീർച്ചയായും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മെസ്സി മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അർജന്റീന നേടിയ 2 ഗോളുകളിലും മെസ്സിയുടെ സാന്നിധ്യം നമുക്കവിടെ കാണാൻ കഴിയും എന്നതാണ്. പക്ഷേ 2 ഗോൾഡൻ ചാൻസുകൾ മെസ്സി നഷ്ടപ്പെടുത്തിയിരുന്നു. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ഗോളാക്കി മാറ്റാൻ സാധിക്കുമായിരുന്ന 2 സുവർണാവസരങ്ങളാണ് മെസ്സി നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് ആരാധകരെ ഒരൽപ്പം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. എന്തെന്നാൽ മെസ്സിയിൽ നിന്നും അങ്ങനെയൊന്നും കാണാത്ത ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആശങ്കകൾ മെസ്സിയുടെ ആരാധകർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ഡെയിലി മെയിൽ ഇക്കാര്യം വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെ ചില കമൻറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഫാമിലി ടൈമാണ് മെസ്സിക്ക് തിരിച്ചടിയായിട്ടുള്ളത്. കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ച് ഫുട്ബോളിൽ നിന്നും മെസ്സിയുടെ ശ്രദ്ധ മാറി എന്നാണ് ഒരു ആരാധകന്റെ കമൻറ്റ്. പരിക്കുകളും പ്രായവും അദ്ദേഹത്തിലെ ഫിനിഷറെ തളർത്തി കളഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്ലേ മേക്കിംഗ് ഇപ്പോഴും കിടിലനാണ് എന്നാണ് മറ്റൊരു ആരാധകൻ എഴുതിയിട്ടുള്ളത്. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിക്കൊണ്ടാണ് മെസ്സി 2 സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് താൻ കാണുന്നത് എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. മെസ്സിയിലെ ഇന്ധനം തീർന്നു തുടങ്ങിയിരിക്കുന്നു, അദ്ദേഹത്തിന് പ്രായമായി തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഒരു ആരാധകൻ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം അമേരിക്കൻ ലീഗാണ് ലയണൽ മെസ്സിയെ നശിപ്പിച്ചതെന്ന് ഒരാൾ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മെസ്സി നഷ്ടപ്പെടുത്തിയ അവസരങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആരാധകരെ നമുക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ മെസ്സി തന്നെ ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകിയിരുന്നു. പെനാൽറ്റി ഏരിയയിൽ തനിക്ക് ശാന്തതയുടെ അഥവാ കാംനെസ്സിൻ്റെ കുറവുണ്ടായിരുന്നു എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത മത്സരത്തിൽ മെസ്സി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.